ഒറ്റ നമ്പറിൽ പോയി. ഒന്നിനൊരു ഗുണമില്ലാണ്ടായി പോയല്ല. എടി നീ കഴിക്കുന്നില്ലേ? ഇല്ല, കഴിക്കാൻ നിന്ന സമയം പോവും. എടി നീ ആ ഫോൺ നോക്കിയിരിക്കാതെ കഴിച്ചിട്ട് പോകാൻ നോക്കി. നിങ്ങൾ തന്ത വൈബ് അല്ല, തള്ള വൈബാണ്. തള്ള വൈബ്. ആന്റി, ഈ സുമേഷിന്റെ വീട് ആരുടെ തന്റെ ആന്റി? അല്ല അല്ല കുട്ടി, ഈ സുമേഷിന്റെ വീട് കാണുമെന്ന് അറിയാൻ. ഇതേ ചേട്ടാ. നിനക്കൊന്നും വേറെ പണിയില്ലടാ, കാലത്തെ വന്ന് കേറിക്കോളൂ. ചേട്ടാ ഇന്നലെയും കൂടി ഒരാൾ വന്നേ ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ ഈ സാധനങ്ങൾ വിൽക്കാൻ വന്ന ആളല്ല, ഞാൻ സുമേഷിന്റെ സ്കൂൾമേറ്റാ. അവനകത്ത് യോഗ ചെയ്യാ. വാ മോനെ. യോഗയല്ല, അവൻ്റെയൊക്കെ ഒരു യോഗം. സുമേഷേ, എടാ സുമേഷേ, സുമേഷേ. എടാ, നീ എന്തിനാ എന്നെ എമർജൻസി ആയിട്ട് വിളിച്ചു വരുത്തിയത്? നീ എന്നെ പെണ്ണ് കെട്ടിക്കണം. പെണ്ണ് കാണുന്ന പരിപാടിയൊക്കെ ഞാനൊന്ന് നിർത്തി. ഞാൻ പെണ്ണ് കണ്ടിട്ട് നീ അങ്ങനെ കെട്ടണ്ട. എന്റെ മോനെ, നീ കേറിയിരുന്നടിക്കാതെ കാര്യം കേക്കടാ. ആര് പോട്ടെ, നീ കാര്യം പറ. ഞാൻ ഒരു പെണ്ണിനെ കണ്ട് ക്രഷ് അടിച്ചു. നല്ല കാര്യം. അവളെ ഫോളോ ചെയ്ത് അവളുടെ വീടും കണ്ടുപിടിച്ചു. വളരെ നല്ല കാര്യം. അവളാണെങ്കിൽ ഒരു കോടീശ്വരന്റെ മോള്. വളരെ വളരെ നല്ല കാര്യം. അവളെ കെട്ടിയ ഞാൻ നാളെ കോടീശ്വരൻ. എന്റെ മോനെ, അവളെ വളയ്ക്കാനുള്ള ഒരു ലോക്കൽ ഐഡിയ നീ എനിക്ക് പറഞ്ഞു തന്നെ. അത് നമുക്ക് ശരിയാക്കാം. എന്താ അവളുടെ പേര്? അറിയില്ല. അവള് കെട്ടിയതാണോ? 2K. അപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് അവളോട് തന്നെ ചോദിക്കണം അവളാരാണെന്ന്. അപ്പോൾ അവൾ പറയും അവളാരാണെന്ന്. അതിനെന്താ ഒരു വേ? അതിനൊരു വഴിയുണ്ട്. അതിനൊരു വഴി ഉണ്ടെന്ന്. മുതലാളി, ഞങ്ങൾ അപ്പുറത്തെ തൊഴിലുറപ്പിന് വന്ന പെണ്ണുങ്ങളാണ്. ഞാനെന്താ കണ്ണുപൊട്ടരാന്ന് വിചാരിച്ചോ? കണ്ടാലറിയില്ലേ തൊഴിലുറപ്പുകാരാണെന്ന്. നല്ല ദാഹം, കുറച്ച് വെള്ളം വേണം. മോളില്ലേ അകത്ത്? വസുമതി, കുടിക്കാൻ വെള്ളം കൊണ്ടുവാ. ആർക്കാടാടി വെള്ളം? ഇവർക്കാ മോളെ. ഇന്ന് ചേച്ചി വെള്ളം. കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? കുട്ടിയുടെ വാട്സാപ്പ് നമ്പറും പറ. എനിക്ക് വാട്സപ്പ് ഇല്ല, ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടെ വളർത്തേക്കണത്. ഹോ, മുതലാളിയുടെ ഓരോ ബുദ്ധി. വാടേ. വസുമതി എന്തേ മോളെ? വസുമതി ജാതകം നോക്കാൻ വേണ്ടി ജോത്സ്യനെ കാണാൻ പോയി ഡാഡി. ജോത്സ്യനും? ചൊവ്വാദോഷമുള്ള നക്ഷത്രമാണ് വസുമതിയുടെ എങ്കിലും ഒരു മംഗല്യയോഗം കാണുന്നുണ്ട്. എനിക്ക് മംഗല്യയോഗമോ? ആരതിനു വേണ്ടി എന്റെ ചെക്കൻ? ഒത്തിരി പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്ത ഒരു പുണ്യാത്മാവാണ് ആ ജാതകക്കാരൻ. അയാളുടെ എൻട്രി സമയമായിട്ടുണ്ട്. വസുമതിയുടെ ജാതകപ്രകാരം ഏറിപ്പോയാൽ 1 മാസം അതിനുള്ളിൽ തന്റെ വിവാഹം നടക്കും. അതും പ്രണയ വിവാഹമാണ് കാണുന്നത്. പ്രേമിച്ചാണോ എന്റെ കല്യാണം? എന്റെ കൃഷ്ണ, പ്രേമമെന്ന് പറഞ്ഞാൽ പോരാ, വിധി, അതാണ് സത്യം. വിധിയെ തടുക്കാൻ വിക്കിപീഡിയക്ക് പോലും സാധ്യമല്ല.
നീ ടെൻഷൻ അടിക്കണ്ടാ, എന്തായാലും അവളുടെ പേര് പിടികിട്ടിയില്ലേ, വസുമതി. നിനക്കത് മതി. ആളാ നമ്മൾ വളയ്ക്കും. നമ്മളാ? ഞാൻ എൻ്റെ പൊന്നട പോയി, നീ എന്നെ ആ കുളത്തിനങ്ങ് മുക്കി കൊല്ല്. എടാ സുമേഷേ, ആ മൂപ്പ പ്രേമരോഗി ശാന്തനില്ലേ, അവനെ കൊണ്ട് ഒരു ലവ് ലെറ്റർ വിളിച്ചുണ്ടല്ലോ, എല്ലാ പ്രശ്നം തീരും. നിന്റെ ഡ്രീം കം ട്രൂ ആവും. ഹേ, ചെറ്റയാണ്, എന്നാലും അവള് വിളി. എടാ കാര്യം നടക്കണ്ടേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. സെറ്റ്. ഞാനിപ്പോൾ പെയ്ഡ് വർക്ക് മാത്രമേ പിടിക്കാറുള്ളൂ. പിന്നെ കൂടെ പഠിച്ചതുകൊണ്ടും ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനിതിൽ തൂലി ഏൽപ്പിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നോവലല്ലേ, ഒന്ന് പോടാടുന്നു. എന്റെ 100 റിക്വസ്റ്റുകൾ നീ റിജക്ട് ചെയ്താലും, നിന്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ എന്നെ ബ്ലോക്ക് ചെയ്താലും, 1000 റീലിൽ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ മെൻഷൻ അടിച്ചാലും, നിന്റെ ഇൻബോക്സിൽ ആ ഫേക്ക് ഐഡി ബെസ്റ്റി ഞാൻ മാത്രമായിരിക്കും. യെസ്. എൻ്റെ പൊന്ന് സുമേഷേ, പെണ്ണ് നിൻ്റെ ആണെങ്കിലും ഐഡിയ എൻ്റെ ആണല്ലോ. എടാ വസുമതി ഒരു ഫോൺ പോലും ഇല്ലാത്ത പെണ്ണാണ്. നീ കത്തും കൊണ്ട് എന്നാണ്ടല്ല, നീ 2K ഫോണിൻ്റെ പറഞ്ഞ് നിന്നെ ഊക്കി വിടും. അത് ശരിയാണല്ലോ. എന്നാൽ ഒരു 90 കിഡ് വൈബ് പിടിക്കാം. അത് മതി. ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് എഴുതിയാൽ മതി. പ്രിയപ്പെട്ട വസുമതിക്ക് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ആ വിങ്ങുന്ന മനസ്സാണ് എന്നെ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. ഈ വീടിന്റെ മതിലിന്റെ പുറത്തു നിന്ന് വസുമതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അയാളുടെ എൻട്രി സമയമായിട്ടുണ്ട്. ഏറിപ്പോയാൽ 1 മാസം. പ്രണയ വിവാഹമാണ് കാണുന്നത്. എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അവളുടെ റൂം ഒന്ന് കണ്ടുപിടിച്ചിട്ട് നീ പോണോ? കേട്ടാ പോരും. മരുഭൂമി പോലെയായിരുന്ന എൻ്റെ മനസ്സിലേക്ക് സുനാമി പോലെ കടന്നു വന്ന എൻ്റെ ഏട്ടായിക്ക് 1000 സ്നേഹചുംബനങ്ങൾ. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഉമേഷ് പപ്പൻ. എന്നാ മറുപടിയാ? ഓ വസുമതി. വസുമതി. അതെ, ഞാൻ ഈ വീട്ടിലെ വേലക്കാരി കേട്ടോ. ആണോ? കത്തിനി എന്നെ തന്നാ മതി. എടാ അവിടെ പട്ടിയടാ പട്ടി. എടാ അത് പോട്ടറാ. എടാ വസുമതിയുടെ മറുപടി കത്ത് കിട്ടിയടാ. അതെ, ഇനിയുള്ള കത്തൊക്കെ ആ വേലക്കാരെ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നേ. പുള്ളിക്കാരെ നമുക്ക് കൊടുക്കത്തതാ പോട്ടടാ. മരുഭൂമി പോലെയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് സുനാമി പോലെ കടന്നു വന്ന എൻ്റെ ഏട്ടായിക്ക് 1000 സ്നേഹചുംബനങ്ങൾ. എടാ നീ ഇത് കേട്ടാ? നീ എങ്ങും പോണ്ട, ഞങ്ങളുടെ കല്യാണം പോയാൽ മതി. അത്രേ ഉള്ളടാ. അദ്ദേഹം കഴിച്ചിട്ട് പോകും.